നമ്മളൊരു പ്രൊജക്റ്റ് ഇക്കൊല്ലത്തിൽ വെച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തോമസ് സെൻറ്ററിൽ നിന്ന് മനപ്പടിയിലേക്ക് പോകുന്ന റോഡിൻ്റെയും നമ്മൾ ഇക്കൊല്ലം പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളതാണ്. ടെൻഡർ പോയിട്ടില്ല, ഒരാളെ വെച്ചുള്ളൂ. അപ്പോൾ വീണ്ടും റീടെൻഡറിന് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 1000 കോടി രൂപ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്. നമ്മുടെ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ റോഡുകൾ തകർന്നു കിടക്കുകയാണ്. നമുക്ക് റോഡുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വേലൂർ പഞ്ചായത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രൊജക്റ്റ് ജൽജീവൻ മിഷൻ വരുന്നത്. അപ്പോൾ കുടിവെള്ളം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ ഉപേക്ഷിക്കണോ അതോ എല്ലാവരിലേക്ക് ആ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണോ എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഭരണസമിതി റോഡുകൾ ഇപ്പോൾ കുറച്ച് മോശം അല്ലെങ്കിൽ കുറച്ച് കട്ടിങ് ചെയ്യായാലും നമുക്കിനി ഭാവിയിലേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു കേന്ദ്രീകൃതമായിട്ട് വലിയ പദ്ധതി ഗവൺമെൻറ്റിൻ്റെ വരുമ്പോൾ അത് നമുക്ക് മാറി നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ജൽജീവൻ മിഷൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ കരാർ വ്യവസ്ഥ അനുസരിച്ച് എങ്ങനെയുള്ള റോഡാണ് അവർ കട്ട് ചെയ്തെങ്കിൽ തിരിച്ചു അതേപോലെ തന്നെ പുനർനിർമ്മിച്ച് തരാമെന്നുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്, കരാറുകാർ ടെൻഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ നാട്ടിക വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ്, സെക്ഷൻ്റെ കീഴിലാണ് നമ്മുടെ ഈ പഞ്ചായത്തുകൾ വരുന്നത്. നമ്മുടെ കരിമപ്പെട്ടി, കടങ്ങോട് പോലുള്ള ചൂണ്ടൽ പോലുള്ള പഞ്ചായത്തുകൾ വരുന്നത്. അവിടെയുള്ള ഈ റോഡുകളൊക്കെ നമ്മുടെ അവിടുത്തെ ഇപ്പോൾ വേലൂർ പഞ്ചായത്തിൽ ഏകദേശം 95% റോഡുകളുടെ കട്ടിങ് പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ പൈപ്പിടലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് കുറച്ച് ഗ്യാരണ്ടീഡ് വർക്കുകളായിട്ടുള്ള ഇപ്പോൾ PMBC നിലവാരത്തിൽ ചെയ്തിട്ടുള്ള റോഡുകളുടെ പ്രദേശത്ത് നമുക്ക് കുറേ കൂടി വർക്കുകളുണ്ട്. അതിപ്പോൾ അവർ സാങ്ഷൻ കിട്ടുന്ന വർക്കേ അവർ ചെയ്യുള്ളൂ. പക്ഷെ അത്തരം റോഡുകളൊക്കെ പുനർനിർമ്മിച്ച് തരണം. കമ്പനി യഥാർത്ഥത്തിൽ അത് സമയബന്ധിതമായി നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നുള്ളൊരു വിഷയം നമുക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി